നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു വാക്കുപയോഗിച്ചു: ദിമാംഗി നക്സൽ. ബുദ്ധി കൊണ്ട് രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നയങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നക്സലുകളെയാണ് ദിമാംഗി നക്സൽ എന്ന് മോദി വിശേഷിപ്പിച്ചത്. കാട്ടിൽ തോക്കുപിടിച്ചെന്ന നക്സലുകളെക്കാൾ ഭയപ്പെടേണ്ടത് നഗരത്തിലും മറ്റും ജീവിക്കുന്ന ബുദ്ധിജീവികളായ നക്സലുകളെയാണെന്ന് പ്രസംഗത്തിൽ മോദി പറഞ്ഞു. പ്രസംഗത്തിൽ മാവോയിസ്റ്റുകളെ വിജയകരമായി പിഴുതെറിഞ്ഞതിന് പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അഭിനന്ദിക്കുകയും ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ത്യാഗത്തെ അനുസ്മരിക്കുകയും ചെയ്തു. കാട്ടിൽ ആയുധമെടുത്ത മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയെങ്കിലും രാജ്യത്തിന് മുന്നോട്ടു പോകാൻ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ട ദിമാംഗി നക്സലുകളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി പൊതുജീവിതത്തിൽ സർക്കാർ കമ്മിറ്റികളിൽ പോലും മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചിന്താഗതി വിവിധ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും ബാധിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഹത്താരിയ നക്സൽ, സായുധ നക്സലുകളെ തടയാനും രാജ്യത്തെ മോചിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. ഈ നക്സലുകൾ ഇല്ലാതായാലും ദിമാംഗി നക്സൽ ചിന്താഗതിയുള്ള ആളുകൾ അവസരം തേടുകയാണ്, അക്രമത്തിന്റെ വഴികൾ തേടുകയാണ്, രാജ്യത്തെ തെറ്റായ പാതയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയുടെ ഈ പ്രയോഗം ബുദ്ധിജീവികളായ സർക്കാരിനെയും കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പലരെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ 50 തവണയെങ്കിലും മോദി ദിമാംഗി നക്സൽ എന്ന പദം ആവർത്തിച്ചുവെന്നാണ് രാജ്ദീപ് സർദേശായി കുറ്റപ്പെടുത്തിയത്. മോദി വിരുദ്ധ ജേർണലിസ്റ്റായ, ഇപ്പോൾ CJPയെ അനുകൂലിച്ച് മാധ്യമങ്ങളിൽ വൻ പ്രചാരണം അഴിച്ചുവിടുന്ന രാജ്ദീപ് സർദേശായും ദിമാംഗി നക്സലിൽ പെടുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ദിമാംഗി നക്സലുകളുടെ കയ്യിൽ ആയുധമില്ല, പകരം ബുദ്ധിയാണ് അവരുടെ ആയുധം. ഇതുപയോഗിച്ച് അവർ രാജ്യത്തിന്റെ നയങ്ങളെയും പൊതുചർച്ചകളെയും ഭരണകൂട സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ നടക്കുകയാണ്. ഇവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്നാണ് മോദി മുന്നറിയിപ്പ് നൽകുന്നത്. മോദി ഇതുപോലെ പല പദങ്ങളും പല കാലത്തും ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആന്തോളൻ ജീവി, ഖാൻ മാർക്കറ്റ് ഗ്യാങ് തുടങ്ങിയവ അതിൽ ചിലതാണെന്നും അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദിമാംഗി നക്സൽ എന്നുമാണ് രാജ്ദീപ് സർദേശായിയുടെ വാദം. പക്ഷെ മോദി പറഞ്ഞ ഓരോ വാക്കുകളും കുറിക്കുകൊള്ളുന്നതായിരുന്നു. ആന്തോളൻ ജീവി എന്നത് സമരം മാത്രം തൊഴിലായി നടക്കുന്ന രാഷ്ട്രീയക്കാരെയാണ്. ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നത് മുസ്ലിം ന്യൂനപക്ഷ പീഡനം മാത്രം തൊഴിലാക്കിയ ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കളെയും ചേർത്ത് വിളിക്കുന്ന പദമാണ്. തുക്കടെ തുക്കടെ ഗ്യാങ് എന്നത് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന JNUവിലെ ഇടത് വിദ്യാർത്ഥികളും ഇസ്ലാമിക ഭീകരതയും ഖാലിസ്ഥാൻ വാദികളെയുമാണ്. ഇങ്ങനെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ വിശേഷിപ്പിക്കാൻ മോദി പല സമയത്ത് നടത്തിയ കുറിക്കുകൊള്ളുന്ന പദപ്രയോഗങ്ങളിൽ ഒടുവിലത്തേതാണ് ദിമാംഗി നക്സൽ. അതിനിടെ ദിമാംഗി നക്സലുകൾ എന്ന വാക്കുകൾ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ അവ പരാമർശിക്കുന്നുള്ളൂവെന്നും പാർലമെന്ററി കാര്യമന്ത്രി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. വിഘടനവാദികൾക്കൊപ്പം നിലകൊള്ളുന്നവരും ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നവരും ഇതിൽ ഉൾപ്പെടുമെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിന് ചിക്കൻ നെക്ക് മുറിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരും അവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിലെ 22 കിലോമീറ്റർ വീതിയുള്ള കര ഇടനാഴിയുടെ ഒരു സ്ട്രിപ്പാണ് ചിക്കൻ നെക്ക്. എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് P. ചിദംബരം എക്സിലെ ഒരു പോസ്റ്റിൽ അത് വ്യക്തിപരമായി എടുത്തു പറഞ്ഞു: ഒരു ദിമാംഗി നക്സലായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.